ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതിനുവേണ്ടി നമുക്ക് മെയിനായിട്ടും ഇഞ്ചി വെളുത്തുള്ളി തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എടുക്കുന്നത് 250 ഗ്രാം വെച്ചിട്ടാണ് രണ്ടും. 250 ഗ്രാം ഇഞ്ചി ഞാനിവിടെ എടുത്തിരിക്കുന്നത് തൊലി കളയാതെയാണ്. തൊലി കളയാതെ അതിനെ മണ്ണും ചെളിയെല്ലാം നല്ല വൃത്തിയാക്കി കഴുകി കളഞ്ഞതിന് ശേഷം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി എടുക്കാം. വെളുത്തുള്ളി 250 ഗ്രാം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയുടെ ആ പുറത്തെ തൊലി മാത്രമേ കളയുന്നുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ചേർക്കുന്നുണ്ട്, പേസ്റ്റാക്കി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു 6 മാസത്തോളമൊക്കെ ഇങ്ങനെ കേടുകൂടാതെ ഇരിക്കും. നല്ല ഒരു പുളിപ്പോ അങ്ങനെയൊന്നും വരില്ല. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പോടുകൂടി പറയുന്നത്. 6 മാസം വരെ ഈ സാധനം കേടുകൂടാതെ ഇരിക്കും. നമ്മൾ ഈ ഇഞ്ചി അരിഞ്ഞു വെച്ച ഇഞ്ചി നമ്മളിത് മിക്സിയിലെ ജാറിലോട്ട് ഇടുകയാണ്. കുറേശ്ശെ വെച്ചിട്ടാണ് ഇടുന്നത്. ഇതിലേക്ക് ഇട്ടിട്ട് ഞാൻ ഓയിൽ ഒഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഓയിൽ ഒഴിക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ ഓയിൽ ഒരു ആവശ്യത്തിന് 2-3 ടേബിൾ സ്പൂണോളം ഒഴിച്ചാൽ മതിയാകും. അപ്പോൾ എല്ലാം അരച്ച് വന്നിട്ടുണ്ട്, ഇഞ്ചി അരച്ച് റെഡിയാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഇഞ്ചി ഇതാണ്ട് പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വെളുത്തുള്ളി അരച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഓയിൽ ഒഴിക്കുന്നത് സൺഫ്ലവറിലാണ് ഒഴിക്കുന്നത്, ഞാനത് വിട്ടുപോയി പറയാനായിട്ട്, സോറി. പിന്നെ നമ്മൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടെ ഒരേ കണ്ടെയ്നറിലാണ് ഞാൻ സൂക്ഷിച്ച് വെക്കാറുള്ളത്. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ ഇത് നന്നായിട്ട് കേടുകൂടാതെ ഇരിക്കും. ഒരു 6 മാസത്തോളം ഇരിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനൊരു കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് ഇതുപോലെ തന്നെ ഇതേ പാത്രത്തിൽ തന്നെ ഇട്ടാണ് ഞാൻ വെച്ചത്. അന്ന് എനിക്കൊരു പാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിത് ഓരോ പാത്രത്തിൽ നിറച്ച് ഇങ്ങനെ വെക്കുന്നുണ്ട്. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ആ പാടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് തൊലി പോലും പൊളിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കഴുകി വൃത്തിയാക്കിയാൽ മാത്രം മതി. വെളുത്തുള്ളിക്ക് മാത്രം ഇച്ചിരി ആ പുറമേ ഉള്ള ആ തോട് മാത്രം ഒന്ന് പൊളിച്ച് കളഞ്ഞാൽ മതിയായിരിക്കും. അതുപോലെ ഞാൻ രണ്ടാമത്തെ കണ്ടെയ്നറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ കയറുന്നവർക്ക്, അടുക്കളയിൽ പെരുമാറുന്നവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സാധനമാണ് ഇഞ്ചി വെളുത്തുള്ളി. സമയമാകുമ്പോൾ പോയി അരിഞ്ഞ് പിടിച്ചു വരാൻ ഭയങ്കര താമസമായിരിക്കും കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ കണ്ടെയ്നറും നിറച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി പറയാം, ഇത് ഫ്രിഡ്ജിനകത്ത് തന്നെ വെച്ച് സൂക്ഷിക്കണം. പുറത്ത് വെച്ചാൽ ഇത് ചീത്തയായി പോകും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. താങ്ക്